അമ്മക്ക് എത്ര മക്കളാണ്? 4 മക്കളല്ലേ അമ്മ? അമ്മക്ക് 4 മക്കളല്ലേ? എല്ലാരും നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ? അമ്മക്ക് ഫുൾ ടൈം ആഹാരമൊക്കെ കിട്ടുന്നുണ്ടല്ലോ? എനിക്ക് ഇഷ്ടം പോലെ ചോറുണ്ട്. എന്റെ തമ്പുരാനെ, എനിക്ക് എണ്ണ സോപ്പ് ആഹാരത്തിന്റെ ആഹാരം തുണിക്ക് ആവശ്യം പോലെ സന്തോഷിച്ച് എന്റെ പൊന്നു തമ്പുരാന്മാർക്ക് അങ്ങനെ അടിയെന്ന് തരണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ പൊന്നു തമ്പുരാന്മാര് തീരുമാനിച്ചാണല്ലോ അടിയെന്ന് പിന്നെ സമ്മതിക്കണം. എന്തായാലും അമ്മക്ക് എന്തോ ഒടിവ് പറ്റിയെന്ന് പറഞ്ഞു. എന്തോ ഒടിവ് ഒടിഞ്ഞു പോയി. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ്. അമ്മയെ ഞാൻ നമ്മള് കുളിപ്പിച്ച് നല്ലൊരു മെഡിക്കൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സ തരട്ടെ? ചികിത്സ എനിക്ക് വിശ്വാസമായിട്ട് എനിക്ക് നിങ്ങൾ എല്ലാവരും ഭയപ്പെട്ടിട്ടിരിക്കുന്നു. അപ്പൂപ്പ മണ്ണു പറഞ്ഞോണ്ടിരിക്കുന്ന നീ ഒന്നിനും വക വയ്ക്കണ്ട. അപ്പൂപ്പ എന്ന് പറഞ്ഞാൽ അമ്മയുടെ എന്റെ അച്ഛന്റെ അപ്പൂപ്പൻ. അച്ഛന്റെ അപ്പൂപ്പൻ? അച്ഛന്റെ അച്ഛൻ. ആ അച്ഛനാണ് ഇല്ല ഇരിക്കുന്ന ആള്. തൊട്ടാൻ മതി എന്ന് ഞാൻ ചെല്ലുക. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾക്കേ അറിയാവൂ, അറിയത്തൊക്കെ നിന്ന് പറഞ്ഞു കൊടുക്കണേ മരവിനെ മറ്റൊരാൾ തൊടണ്ടമാ. ഓപ്പറേഷൻ ചെയ്യാൻ 5 എന്റെ പൊന്നു തമ്പുരാൻ ഇവിടെ കൊണ്ടുവന്നു. എന്റെ തമ്പുരാൻ തീർത്ത് തരും. ഇപ്പൊ വരെ ഞാൻ നല്ലതുപോലെ കമ്പിടിച്ച് നടന്ന് കൂട്ട് വിളക്ക് വെച്ച് തുള്ളും. ബാലയിൽ കൊണ്ട് പൊന്നുതമ്പുരാൻ പോയി നോക്കണേ, ആ കുഴിയെ നോക്കണേ. എന്റെ പൊന്നു തമ്പുരാൻ തങ്ങളെ പോയി നോക്കണേ. നോക്കാം അമ്മ. അമ്മയെ ഒന്ന് ആദ്യം കണ്ട് സംസാരിക്കട്ടെ അമ്മയുടെ അടുത്ത്. എന്നിട്ട് നമുക്ക് സമയമുണ്ട്, ഞാൻ അവിടെ പോകും. പോണതിന് മുമ്പേ അവിടെ പോയി തൊഴുതിട്ടേ പോകുള്ളൂ. അമ്മക്ക് എന്തായാലും ഫുൾ ടൈം ആഹാരം കിട്ടുന്നുണ്ട്? എനിക്ക് ഇഷ്ടം പോലെ എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം ഉണ്ട്. വേദനയൊന്നുമില്ല? എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. തോണിക്ക മേടിച്ചു തരും, കുടികളത്തിലും മേടിച്ചു തരും. എന്റെ പൊന്നാരം പൊന്നുമോൻ ചാച്ചി അമ്പിളി ബാബു മേടിച്ചു തരും. ദേവി തീരാക്കുറവ് ഓടി പോരും. എന്റെ മോളുകൾ ഇവിടെ ഇന്നലെ പത്രക്കാർ വന്നിട്ട് വാർത്ത എടുത്തു. എല്ലാം ഞാൻ പറഞ്ഞു. ഈ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോ എന്റെ തങ്ങളായ തമ്പുരാൻ വന്നുകൊണ്ട് ചോദിച്ചു എന്താണെന്ന് അവരോട് ചോദിച്ചപ്പോ അവര് 2 പെൺകൊച്ചുങ്ങളും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നമ്മളെ ശിവേരിലെ സാമീര ഒരാളാണ് ഞാൻ എന്ന് അവര് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വിശ്വസിച്ചു. ഈ മാധവീനെ നിങ്ങൾ പൊടിയിട്ട് കൊണ്ടുപോകാമെന്നു ചോദിച്ചു തമ്പുരാന്. അപ്പൊ പറഞ്ഞു അല്ല, ഞങ്ങളിത് പത്രത്തിലിടാനാണെന്ന് പറഞ്ഞു. ശരി, എന്ത് വേണം? ഇതെന്ന് തോന്നുന്നു. എന്റെ പട്ടിയും ഉണ്ട്, ഒരു പട്ടി നിൽക്കുന്നുണ്ട്. എനിക്ക് 5 പട്ടിയുണ്ട് പൊന്നു തമ്പുരാന്. എനിക്ക് 5 പട്ടിയുണ്ട്. ഞാൻ കഞ്ഞി വെച്ച് 2 പേര് ഇപ്പൊ കുടിച്ചു. എന്റെ മക്കള് കൊണ്ടുവന്നു ചമ്മന്തി രാവിലെയായിട്ട് കൊണ്ടുവന്നു. ഞാൻ കുളിച്ച് എനിക്ക് വെള്ളം കൊണ്ട് തന്നു. കുളിച്ച് രക്ത മാറി ഉടുത്ത തുണി അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോ എന്റെ പൊന്നുമോൻ പറഞ്ഞു അമ്മച്ചി ഞാൻ ഇപ്പൊ വരുക. ഉപ്പ് കഞ്ഞി ആവട്ടെ തമ്പുരാനെ. സമയത്ത് അറിവ് എനിക്ക് സമയം. അമ്മ സന്തോഷവതിയാണ്. എനിക്ക് സന്തോഷമില്ല. എന്റെ പൊന്നാരം മക്കൾ എനിക്ക് ഇഷ്ടംപോലെ തരുന്നു. അവരങ്ങനെ ഒരു വാർത്ത കൊടുത്തത് എനിക്ക് അങ്ങനെ എനിക്കൊരു മന്നരം എനിക്ക് പരമശിവൻ തരുന്നെങ്കിൽ. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്ക് ഒട്ടും വയ്യ, അമ്മയ്ക്കൊരു സഹായം വേണമെന്നുള്ളൊരു വാർത്തയാണ് അവർ കൊടുത്തത്. അതറിഞ്ഞിട്ട് അമ്മയെ സഹായിക്കാൻ വന്നവരാണ് നമ്മൾ. അമ്മ പത്രക്കാര് കൊടുത്ത വാർത്തയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ പുറമ്പോക്ക് ഭൂമിയിലാണ് അമ്മയുടെ താമസം.
തന്നെ അമ്മേനെ നോക്കാൻ ആരുമില്ല ആഹാരത്തിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മരുന്നിനും ഇല്ല. ആഹാരത്തിന് എനിക്ക് അതേ സമയത്ത് എന്റെ മരുവോളും. അപ്പൊ എനിക്ക് അത് അറിഞ്ഞാല് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഒടിവ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ചികിത്സ വേണ്ടേ? ഞാൻ ഇത്തിരി നടക്കാൻ ഇത്തിരി മിന്നിട്ടോന്ന്, എന്നാലും കമ്പിടിച്ച് കൂടും. നമ്മള് വണ്ടിയൊക്കെ വിളിച്ചോണ്ട് വന്ന് ചികിത്സക്ക് കൊണ്ടുപോയാൽ അമ്മ വരുമോ? വരില്ല. എന്തമ്മ? എന്തിനാണ്? അമ്മയ്ക്ക് ചികിത്സ വേണ്ടേ? ചികിത്സ വേദനയല്ലേ? മരുന്നും കാര്യങ്ങളൊക്കെ വന്നിട്ട് തിരിച്ചിവിടെ കൊണ്ടാക്കും. ആരോഗ്യവതി ആവുമ്പോൾ ഇവിടെ കൊണ്ടാക്കും. അത് പറ്റൂല. എന്തമ്മേ? പറ്റൂല. എന്റെ വാരികൾ സമ്മതിക്കത്തില്ല. ആരാണ്? എന്റെ അപ്പൂപ്പൻ എന്നെ സമ്മതിക്കത്തില്ല. മെഡിക്കൽ കടയിൽ ചെന്നിട്ട് അവർ എത്രയോ മാസം അവിടെ നിൽക്കണമായിരുന്നു. എങ്കിലും അമ്മയുടെ ചെലവിന്റെ എല്ലാ സാമ്പത്തികവും നമ്മൾ ഏറ്റെടുത്തു. അമ്മയ്ക്കോ അമ്മയുടെ മക്കൾക്കോ ഒരു ബുദ്ധിമുട്ടും വരില്ല. ചെലവിന് പൈസയൊന്നും വരില്ല. നമ്മൾ ചെലവ് ചെയ്ത് അമ്മയെ ചികിത്സിച്ച് ഇവിടെ കൊണ്ടാക്കാന്നാണ് പറഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, എനിക്കിത് തീർന്നു വരുമ്പോ ആശുപത്രി പോകുമ്പോ എനിക്ക് മരുന്നുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ കടയിൽ. അത് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നു. 3 നേരം കഴിക്കുന്നുണ്ടോ? ഇപ്പഴും കഴിക്കുന്നു. ആര് വാങ്ങിച്ചു തരും മരുന്നൊക്കെ? കാലത്ത് 2 ഗുളിക തന്നെ, ഉച്ചയ്ക്ക് 1 ഗുളികയായി. ആരാ അമ്മക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു തരുന്നത്? മരുന്ന് വാങ്ങിച്ചു തരുന്ന ആരാ? കഞ്ഞി തമ്മയും കുടിച്ചോടാം. പിന്നെ എനിക്ക് പാല് മേടിച്ചിട്ടാരും, 1 കവറ് പാല്. അമ്മയ്ക്ക് ആരാ മരുന്നൊക്കെ മേടിച്ചു? എന്റെ പൊന്നുമോൻ മേടിച്ചിട്ടാരും. ഈ മോനാണ് എല്ലാം ചെയ്തു തരണേ. ബാക്കി 2 മക്കളും നോക്കത്തില്ലേ? 2 പേരും നോക്കും. അവർക്ക് വെക്കണത് വേണ്ടതിൽ കൊടുത്തയക്കും. അങ്ങ് കുഴന്ന് പറയും. എന്റെ പൊന്നാറും പൊന്നുവൻ തന്നെ എനിക്ക് തന്നത്. അവര് 3 പേരും തരും. മോക്കാണ് ഇപ്പൊ എല്ലാം കൊടുത്തെന്ന് അങ്ങനെ എന്തൊക്കെയാ പറയുന്നു? മോള് നോക്കാറൊന്നുമില്ല. മോള് പോയി വന്നില്ലെങ്കിൽ 4 മക്കളുണ്ടല്ലോ. ഇപ്പൊ തരും നിങ്ങൾക്കാണ് നമ്മൾക്ക് തിന്നക്കോ. അമ്മയ്ക്ക് ഭയങ്കര വലിയ മനസ്സാണ് കേട്ടോ. അത് അമ്മയ്ക്ക് ഭൂമി തിരിച്ചു കിട്ടണോ? കിട്ടണം. അമ്മ എഴുതി കൊടുത്തതല്ലേ ആ മോൾക്ക്? അല്ല അല്ല അല്ല, പെനച്ചക്കിനെന്ന് കള്ളം പറഞ്ഞു. അമ്മ പറഞ്ഞോളൂ അമ്മ. അപ്പൊ മകൾ എന്താ ചെയ്തേ? മകൾ അമ്മയ്ക്ക് അങ്ങനെ പെനച്ചട്ടിന് പോയി വിളിച്ചു കൊണ്ടുപോയി 4-5 ഈ കമ്മ്യൂണിറ്റിയിലുള്ള സംരംഭകരുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അവര് വിളിക്കുന്നെന്ന് എന്താണ് പറഞ്ഞത്? എന്റെ പേര് ചോദിച്ച് അപ്പനുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പനില്ല, അമ്മച്ചിയില്ല. എനിക്ക് മക്കളെ ഉള്ളു പൊന്നു അമ്പരാനെ, വേറെ ചെയ്യാനുള്ള നിവൃത്തി അറിയാൻ ഒക്കത്തില്ല. അങ്ങനെ എഴുതിയൊക്കെ തന്ന് പൊന്നു തമ്പുരാനെ വന്ന് 6 മാസം കഴിഞ്ഞപ്പോ 250 രൂപ വീതം വന്നു. അതേ എനിക്കറിയാവും. പിന്നെ ഇപ്പൊ തിരിച്ച കാര്യം അത് മോളല്ല, സർക്കാരിൽ നിന്ന് തന്നെ ഓണത്തിന് കിട്ടി, പരിണിക്കും കിട്ടും. അല്ലാതെ എന്റെ മോള് വേറെ ഒന്നും എനിക്ക് തന്നില്ല. അത് മോള് തരണല്ല അമ്മ, അത് ഗവൺമെന്റ് തന്നെയാണ്. ഈ വാർദ്ധക്യകാല പെൻഷനൊക്കെ മോള് തരണല്ലോ, ഗവൺമെന്റ്. മോളങ്ങനെ നിക്കട്ടെ തമ്പുരാനെ, മോളങ്ങനെ നിക്കട്ടെ. എന്റെ മാമക്കള് എന്നെ ഒന്നുണ്ട് മതി, എന്റെ കൊച്ചുങ്ങൾ മതി തമ്പുരാനെ. എനിക്ക് എന്റെ മോളങ്ങനെ നിക്കട്ടെ, അവള് വരാനൊക്കെ അറിയും. എന്റെ മോളോ മക്കൾക്ക് മക്കളുണ്ട്, അവരങ്ങനെ നിക്കട്ടെ തമ്പുരാനെ. എനിക്ക് സന്തോഷമാണ്. എന്നെ നോക്കാൻ എന്നെ എടുത്ത് കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനും ഈ പെനച്ചട്ടിന് വേണ്ടി എന്റെ ഈ വന്ന മോനെടുത്ത് തോളിലിട്ടാണ് പൊന്നു തമ്പുരാനെ 3 ഇന്നലെ കൊണ്ടുപോയി എന്നെ വന്നത്. എന്റെ കൊച്ചുങ്ങൾ എന്നെ കഴിയില്ല, ഇന്നുവരെ കളഞ്ഞില്ല. എനിക്ക് ആവശ്യമുള്ള ആഹാരം എനിക്ക് എന്റെ മക്കളെ തന്നെ. പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരു കാരണം ഞാൻ ഇത്തിരി മുമ്പേ അറിഞ്ഞ സമയം മുതൽ ഞാൻ അപ്പൂപ്പനെ വിളിച്ച് കിടന്ന് നില കുറുക്ക് വിളിച്ചു ചെന്നു. ഞാൻ പറഞ്ഞു തമ്പുരാനെ എന്നെ ഏതോ ഒരു രാജ്യം പഠിച്ചവനെ ചുമ്മാ ഒരു കൊച്ചെന്നു കൈവട്ടം പറയുന്ന നിനക്കെന്ത് കൊച്ചുക എന്നെന്തോടെ എന്റെ പൊന്നു തമ്പുരാൻ പറഞ്ഞു തമ്പുരാനെ. അതുകാരി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. മുസ്ലിംമാര് തന്നെ ഇവിടെ വരുന്നതോ ഇല്ല പച്ച പട്ടി ഇട്ടേക്കുന്ന സ്ഥലത്ത് മുസ്ലിംമാരെന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് ഇരുന്ന് അവരെ കാര്യം നേടിക്കൊണ്ട് പോകാൻ എന്നെ അന്യനാട്ടിൽ കൊണ്ടുവന്ന് എന്നെ ആധാരം തരത്തൊക്കെ വിധി എനിക്ക് ഉണ്ടാവണ്ട. പറയാൻ എനിക്ക് പൊന്നു തമ്പുരാൻ എനിക്ക് പടികളന്ന് ടൂറ് തന്നാ മതി തമ്പുരാനെ. എന്റെ 1008 കതിരെത്തും സമയം എന്റെ പൊന്നു തമ്പുരാൻ എനിക്ക് ആഹാരം തരും, തീർച്ചയായിട്ടും തരും. കുഞ്ഞുമാനും അമ്മയ്ക്ക് എല്ലാം തരുന്നുണ്ട്, എല്ലാം സന്തോഷം. ചികിത്സ വേണമെങ്കിൽ ഞാൻ തരാം.
ഒരു പൈസയും അമ്മയ്ക്ക് ചിലവാക്കേണ്ട, മക്കൾക്ക് ബുദ്ധിമുട്ടാവില്ല. ചികിത്സ വേണമെങ്കിൽ ഞാൻ തരാം. അമ്മയ്ക്ക് ചികിത്സ അമ്മ എണീറ്റ് ഓടണം, അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഇവിടെയൊക്കെ ഓടി നടക്കണം. എന്റെ പൊന്നിനമ്പുരാനെ, എന്റെ മൂന്നാമക്കളെ എനിക്ക് വേണ്ടി അവളെ എന്റെ കുട്ടികളെ ചെയ്യിച്ച് എനിക്ക് വിളാക്കിന്നുണ്ട വീടാണ്. എനിക്ക് വിളാക്കിന്ന് കാണപ്പെട്ട പൊന്ന് തമ്പുരാൻ തന്നെ വീടാണ്. എന്റെ മാട ഇടിച്ച് തകർത്ത് കമ്പി എത്രയായി രൂപയ്ക്ക് കള്ളം വരുത്തി കൊടുത്ത് കായ മേടിച്ച് തന്ന ആൾക്കാരുണ്ട് തമ്പുരാന്. ഞാൻ പറയുന്നുണ്ട്, എന്റെ മണ്ണിന് ചികിത്സാ മതി തമ്പുരാനേ. എന്റെ വാതകളെന്ന് ഈ കാട്ടിക്കൊണ്ടാക്കി വന്നപ്പോ തിരുവനന്തപുരത്തുനിന്ന് പൊന്നു തമ്പുരാൻ പറഞ്ഞു, മാടം കെട്ടി കിടക്കാൻ തമ്പുരാനെ. 3 തീര തീ കത്തിച്ച് തമ്പുരാനെ ഈ കുടിലിൽ 3 തീര പൊന്നു തമ്പുരാൻ കുടിലിൽ തീ കത്തിച്ച് എങ്ങനെ വേണമെന്നാ എനിക്കറിഞ്ഞൂടാ. പോലീസുകാർ വണ്ടിയും വെള്ളവും തീ കത്തിച്ചത് 3 പ്രാവശ്യം കത്തിച്ചോ? കഴിഞ്ഞ തീര കത്തിയില്ല, 3 തീര കത്തി. 3 തീര എന്റെ തുണി അട്ടിനി നഷ്ടപ്പെട്ട് ഉടുത്ത തുണിയെ എനിക്ക് കിട്ടിയിട്ടുള്ളു. പോട്ടെ. ആരാ കത്തിച്ചെന്നല്ല അറിയാവോ? ആരും ചെന്ന് കത്തിച്ചിട്ട് ഓടിക്കളഞ്ഞെന്ന് തൊഴിലുറപ്പുകാരുണ്ടായിരുന്നു. ആരെന്ന് അറിഞ്ഞൂടാ അമ്പരാന്. അവര് 4 സൈഡിലും ആള് നിന്നു. 4 സൈഡിൽ ആള് നിന്നു. നിന്നുകൊണ്ട് അവര് നോക്കി അകത്ത് ആളുണ്ടാന്ന് നോക്കാൻ. ഞാൻ ഈ വീട്ടിൽ തന്നെ എന്റെ പൊന്നുമോൻ പോയി കിടച്ചോണ്ടാണ് ഓടിയത്. പോലീസൊക്കെ അമ്മേടെ വീട് എന്തിനാ തീയത്തിക്കണം? അങ്ങനെയല്ല, ഇത് മൊത്തം ഉണങ്ങുമ്പോ അങ്ങ് കത്തിക്കും. കത്തിക്കുമ്പോ തീ അങ്ങനെ ഈ കാടും പുല്ല് കത്തിക്കുമ്പോ ചിലപ്പോ കാറ്റൊക്കെ അടിച്ച് ചിലപ്പം കത്തും, മൊത്തം കത്തും. അതായിരിക്കും. എന്നാലും അമ്മ സന്തോഷവതിയാണ് എന്നാണ് എന്റെ സംസാരത്തിൽ നിന്ന്. അതാണ്. പക്ഷെ മറ്റേ പത്രക്കാരപ്പൊ അങ്ങനെ കൊടുത്ത എന്തിന്? ഇവിടെ അവരെങ്ങനെ കെയർ ചെയ്തു? അവര് വന്ന് സംസാരിച്ചാ? ആരും ഇല്ലായിരുന്നു. ഒറ്റ മനുഷ്യരില്ല. ഞാൻ ഇതുപോലെ ഓരോ വീട്ടുകളിൽ പ്രശ്നമൊന്നുമില്ല. അവർക്ക് വാർത്ത ഞാൻ 2-3 വീട്ടുകളിൽ ജോലിക്ക് പോകും. അണ്ണ വണ്ടിയിൽ പോകും. പിന്നെ മോൾ അങ്ങ് അപ്പുറത്താണ്. എനിക്ക് 3 സെന്റ് കിട്ടിയ വീട്ടിലാണ് മോള് താമസിക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞില്ല ഈ പേപ്പർ എടുക്കാൻ വന്നത്, ഈ ഫോട്ടോ എടുക്കാൻ വന്നത് നമ്മൾ ആരും അറിഞ്ഞില്ല. ഇന്ന് കാലത്ത് ഞാൻ കൊച്ചിനെ കൊണ്ട് അപ്പുറത്ത് അങ്കമടി വന്നപ്പോണ് പേപ്പറിൽ അറിയുന്നത്. അവരാണ് പറഞ്ഞത്, എടി നിന്റെ അമ്മമ്മയുടെ പേപ്പർ. ഞാൻ രാവിലെ ഉണ്ടായിരുന്നു, രാവിലെ വന്ന് നോക്കി. പക്ഷെ ഇങ്ങോട്ട് വരാൻ ഈ പട്ടികളെ അടുപ്പിക്കാത്തോണ്ടാണ് പിന്നെ അല്ലെങ്കിൽ ഏതില്ല വരണം, ഈ വഴിയാ വരണം. അവിടെ വന്ന് ഞെക്കട്ടെ. ഇതാണ് ആ കുടീരം. അത് അപ്പൂപ്പൻ അറിയാം. ഈ കൊക്കേന്നാണ് അമ്മ വീണേ. ഈ അമ്മ എന്തോ വീണു. അമ്മ ഇവിടെ നിന്നാണോ വീണത്? വീണിട്ട് എങ്ങനെയാണോ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടത്. മരം ഉണ്ടായിരുന്നു മഞ്ഞനാത്തിയല്ലേ. നോക്കുമ്പോഴേ പേടിയാണ്. അങ്ങോട്ട് പോകണ്ട കേട്ടാ. ഇതേപോലെ ഇപ്പോഴത്തെ ഉള്ള പോലെ അവിടെ താമസിച്ചു. പിന്നെ എന്നിട്ട് ഇത് എങ്ങനെ വീണ? മരത്തിൽ താഴെ പോയി. ഇത് മരം അടിയിൽ വിളിച്ച് സഹായത്തിന് വേണ്ടി വിളിച്ച് അതാ ആ വീഴ്ചയിലാണ് ഈ ഒടി വന്നത്. അപ്പോഴാണ് കമ്പി ഇട്ടത്. അതിനെ നമ്മൾ കമ്പി ഇട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് ആ കമ്പിയുടെ അവിടെ കിട്ടി. അപ്പോൾ അത് ഇട്ട് വീണപ്പോഴത്തേക്ക്
പിന്നെ ബോധം പിടിക്കുകയല്ലേ ബോധം തിരിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മോക്ക് ഇവിടെ വർക്കിന് ശേഷം നിധി മെഡിക്കലില്ലേ അവിടെ ക്യാൻറ്റീനിൽ ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ നമ്മൾ അവിടുത്തെ വലിയ ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പരിശോധന നടത്തി. അപ്പോൾ അമ്മയ്ക്ക് കുറവുള്ളത് കൊണ്ട് പ്രായം ഇത്ര ഉള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ബോധം പിടിക്കുകയല്ലേ തിരിച്ച് വരാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കഴിയുന്നത് ആ ചേട്ടൻ എന്നോട് മാറ്റി കൊടുക്കില്ല. നമ്പർ ഇതിലുണ്ട്. ഇതാണ് നമ്മുടെ സംഘടനയുടെ പേര്, ഹോപ്പ് ഗോൾഡ് ലോൺ ട്രെയിനിങ്. ഇത് എൻ്റെ പേരാണ്. ഈ നമ്പറിൽ കാണാമല്ലോ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാൻ വരാനോ ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെ താഴെ വരെ കൊണ്ടുവരും. നമുക്ക് പൊക്കിയെടുക്കാം, അമ്മയെ ചികിത്സിക്കാം. അമ്മ വേണ്ടെന്നൊക്കെ പറയും, ചികിത്സിച്ച് ഒരുവിധം എന്തെങ്കിലും മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ മരുന്ന് മേടിച്ച് കൊടുത്ത് ചേട്ടന് ഒരു നയാ പൈസ ചിലവാകത്തില്ല. അങ്ങനെയല്ല ചേട്ടാ, നമ്മളിത് നമുക്കൊരു സന്തോഷമായിരിക്കും. നമ്മളിവിടെ വരെ വന്നു അറിഞ്ഞു, നമുക്ക് സന്തോഷമായി. ആഹാരം കിട്ടുന്നുണ്ടല്ലോ, കുടിലുമുണ്ട്, ഒരു ചെറിയ കുടിലായാലും ഉണ്ട്, ആ ഒരു സന്തോഷമായി. പക്ഷെ എങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്തോ ഒരു ഒടിവും ചതവും ഒക്കെ ഉണ്ടെന്ന് പറയണോണ്ട് മാത്രം ഇതിന്റെ സൂത്രം ഉണ്ടല്ലോ, അത് ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും നല്ല വേദന കാണും. നമുക്കറിയില്ല, അമ്മയ്ക്ക് നല്ല വേദന കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ചെയ്യാം. നമുക്ക് മരുന്ന് വല്ല മേടിക്കാം, തിരിച്ചിവിടെ കൊണ്ട് അതേപോലെ ആക്കാം, അമ്മയ്ക്ക് സഹായം ചെയ്യാം. ചേട്ടൻ വിളിച്ചാൽ മതി, നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്യാം, വണ്ടിയിൽ കൊണ്ടുപോകാൻ വരാം. ഒരു നയ പൈസ ഒരു ബുദ്ധിമുട്ടും ചേട്ടന് വരില്ല. ചേട്ടൻ വന്നോളൂ ഒരു ദിവസം. ആ ചേട്ടനോ അല്ലാതെ അമ്മയെ ഉപദ്രവിക്കാനോ അമ്മയെ നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാൻ വേണ്ടി മാത്രം വന്നു. പക്ഷെ വരുമ്പോൾ ഞാൻ പട്ടികളെ ഇന്ന് നമ്മൾ ഒരു ക്യാൻസർ പിടിച്ച അവർക്ക് വേണ്ടി ഒരു സഹായത്തിന് വേണ്ടി പോയിട്ട് ഈ പുള്ളി അതുകൊണ്ടാണ് നേരത്തെ വന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ വന്നിരിക്കുകയാണ് ഈ പുള്ളി. അവിടെ ഗ്രാമപഞ്ചായത്തൊക്കെ പോയി കണ്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് വന്നപ്പം അവർക്കെല്ലാം വേറെ രീതിയിലൊക്കെയാണ് അവർ കഥ പറഞ്ഞത് അല്ലേ, വേറെ രീതിയിലൊക്കെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കഥ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന് കണ്ട് നേരിട്ട് അമ്മയുടെ അടുത്ത് തന്നെ സംസാരിച്ചു. അമ്മ എന്നെ പറയുന്നു ഒരു പ്രശ്നമില്ല, അമ്മ എന്നെ പറയുന്ന ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് വിഷമമായിട്ട് തോന്നിയ ഒരു കാര്യം ചികിത്സ അതുകൊണ്ടുള്ളൂ. ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മകൻ എന്നുള്ള നിലയിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാം, ഞാൻ ഫുൾ സഹായം ചെയ്യാം. നമ്മൾ ഫുൾ സഹായം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം, ഡോക്ടറിനെ കാണാം, നല്ല മരുന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം. വിളിച്ചാൽ മതി, നമുക്ക് കൊണ്ടുപോകാം. ഒരു ദിവസം കൊണ്ടുപോയി ചികിത്സിക്കാം. പോട്ടെ അമ്മ, സുഖമായിട്ട് പോവാം. നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന്. എന്തായാലും ഞാൻ ഡോക്ടറല്ലേ, അല്ലെങ്കിൽ ഞാൻ ചികിത്സിക്കായിരുന്നു. നമുക്ക് ഒരു ദിവസം ഡോക്ടറിനെ പോയി കാണാം. ശരി ശരി അമ്മ, പോണു. ഞാൻ വീട്ടിൽ പോണു. നമുക്ക് വരാം, വിളിച്ചാ അമ്മ വിളിച്ചാ വരാം. അമ്മയ്ക്ക് കാണണം, നമ്മളെ 3 മക്കളെ കാണണമെന്ന് വിളിച്ചാൽ അപ്പം വരും. പോട്ടെ ചേട്ടാ, അതിലൊരു കിട്ടുന്ന ആദായത്തിൽ നിന്ന് കുറച്ചൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്, വലിയ കാര്യം. പക്ഷേ ചേട്ടൻ അങ്ങനെ ഒരു ഇത് വിചാരിക്കണ്ട, അഭിമാനമോ അല്ലെങ്കിൽ ദുരഭിമാനമോ ഒന്നും വിചാരിക്കണ്ട. അതൊരു നല്ലതാവുകയാണെങ്കിൽ അത് നല്ലത് തന്നെ, നല്ലതാവുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് അറിയില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിതാപകരമായിട്ട് തോന്നി. പക്ഷെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ എനിക്ക് തന്നെ അമ്മയ്ക്ക് ചികിത്സയുടെ ചെറിയൊരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ചെയ്യാം. ഓ ശനിയാഴ്ച പോവുകയാണെങ്കിൽ ചേട്ടൻ വെള്ളിയാഴ്ച വിളിച്ചു പറയണം. വീടിൻ്റെ കുറച്ച് ഒരു കുന്നുണ്ടോ, അവിടെയാണ് പാറ പൊട്ടിക്കുന്നത്. വീടിൻ്റെ അവിടെ ആ ടവറിൻ്റെ ഓക്കെ, അവിടെ കരിങ്കല്ല് പൊട്ടിക്കുന്നത്. അതേപോലെ തലേന്ന് വൈകിട്ട് വിളിച്ചാൽ മതി. ചേട്ടാ ചില ശനിയാഴ്ച പോകണമെങ്കിൽ തലേ ദിവസം ഒന്ന് വിളിച്ച് പറയണം. ചേട്ടാ മറക്കല്ലേ, നമ്പർ കാണുന്നില്ല. ചേട്ടാ വിളിക്കുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണ്. ഇവിടെ ചെറുക്ക് നോക്കി ഇറങ്ങി.
ഞാൻ പക്ഷെ ചെറുക്കും. എൻ്റെ പള്ളി